എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിലാണെങ്കിൽ ഇപ്പൊ കൈഡോ അവനാണെങ്കിൽ വമ്പം കലിപ്പില് ലൂഫി ആഞ്ഞടിക്കും. ലൂഫി ആണെങ്കിൽ ആ ഒരു ഇടി കിട്ടി ദൂരത്തായുള്ള ഒരു ഹില്ലില് അതിൽ പോയി അങ്ങനെ അടിച്ച് താഴെ വീഴുകയാണ്. കൈഡോയ്ക്കാണെങ്കിൽ അപ്പോഴും അവന്റെ കലി അടങ്ങില്ല. അവനങ്ങനെ പല്ല് കെട്ടിച്ച് ലൂഫിയെ തന്നെ നോക്കുകയാണ്. അവന്റെ പ്ലാന് ഇപ്പൊ ലൂഫിയെ അവനെ പിടിച്ചുകൊണ്ടുപോയി ഒരു സ്ഥലത്ത് ലോക്ക് ചെയ്തിടുക. അതിനുശേഷം അവനോട് ചെയ്ത എല്ലാത്തിനും ലൂഫിയോട് റിവഞ്ച് ചോദിക്കുക. അതിനുശേഷം ലൂഫിയെ ഒരു പാഠം പഠിപ്പിച്ച് അവന്റെ അണ്ടറിലേക്ക് കൊണ്ടുവരിക. അതാണ് ഇപ്പൊ കൈഡോയുടെ ലക്ഷ്യം. കൈഡോ ലൂഫിയെ നോക്കി അങ്ങനെ കാർപ്പിച്ച് തുപ്പി ഇപ്പൊ ലൂഫിയോട് പറയും, വേസ്റ്റ് ജനറേഷനിലെ എല്ലാ ആൾക്കാരും വേസ്റ്റ് ആണ്. നിനക്ക് ഞാൻ ആരാണെന്നറിയോ, എന്താണെന്നറിയോ, എന്റെ പവറിനെ കുറിച്ച് എന്തെങ്കിലും ഐഡിയ നിനക്കുണ്ടോന്നൊക്കെ ചോദിച്ച് അവന്റെ അസിസ്റ്റൻസിനെ നോക്കും. അസിസ്റ്റൻസിനോട് പറയും, നിങ്ങൾ എത്രയും വേഗം ഇവനെ നമ്മുടെ ഹൈഡൌട്ടിലേക്ക് കൊണ്ടുവരണം. അതിനവരും ഓക്കെ പറഞ്ഞ് ലൂഫിയുടെ അടുത്തേക്ക് വളഞ്ഞടുക്കും. അവനാണെങ്കിൽ ലൂഫിയെ നോക്കും. അവനാണെങ്കിൽ യാതൊരു അനക്കവും ഇല്ല. ചോരയിൽ കുളിച്ച് അനങ്ങാതെ കിടക്കുകയാണ്. ലൂഫിയുടെ നിസ്സഹായ അവസ്ഥ കണ്ട് ആദ്യം അവരെല്ലാവരും ചേർന്ന് ലൂഫിയെ പരിഹസിക്കും. അതിനുശേഷം അവനെ എടുത്ത് ഉയർത്താൻ ശ്രമിക്കും. അപ്പോ കൂടെയുള്ള ഒരു വില്ലനാണെങ്കിൽ അവരോട് പറയും, ഇവനെ ഒന്നും എന്നെ കൊണ്ട് പറ്റില്ല, ഇവനെ പോലെ ഉള്ളവനെ ഒന്നും എടുത്തുയർത്തി കൊണ്ടുവരാൻ. ഓൾറെഡി അവൻ പകുതി ചത്തു കഴിഞ്ഞു. സോ നമുക്കിവനെ വലിച്ചുകൊണ്ട് പോവാന്ന് പറഞ്ഞ് അവരിപ്പോ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ലൂഫിയെ അങ്ങനെ വലിച്ചു കൊണ്ടുപോകാനായിട്ട് റെഡിയായിട്ട് നിൽക്കും. അടുത്ത നിമിഷം സുപ്രീം ഹോക്കി പവർ അതിപ്പോ ലൂഫിയുടെ ബോഡിയിൽ നിന്ന് താനെ റിലീസ് ആവുകയാണ്. ആ ഒരു ഹോക്കി പവർ പുറത്തേക്ക് വരേണ്ട താമസം ചുറ്റുമുണ്ടായിരുന്നവരെല്ലാവരും അൺകോൺഷ്യസ് ആയിട്ട് താഴെ വീഴും. കുട്ടന്മാരും ആണെങ്കിൽ അത്ഭുതത്തോടു കൂടെ അത് നോക്കി നിൽക്കുകയാണ്. കാരണം ഈ ഒരു ഹോക്കി പവർ അത് സാക്ഷാൽ ഓഡൻ ക്രിയേറ്റ് ചെയ്ത അതേ ഹോക്കി പവറാണ്. ഇവനെ കൊണ്ട് എങ്ങനെ ഈ ഒരു ഹോക്കി പവർ അത് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്നു ചിന്തിച്ച് അവനങ്ങനെ വണ്ടറടിച്ച് ലൂഫിയെ തന്നെ നോക്കും. കൈഡോ ആണെങ്കിൽ അങ്ങനെ ടേൺ ചെയ്ത് ഇപ്പൊ ലൂഫിയെ നോക്കും. പക്ഷെ അവനാണെങ്കിൽ അവിടെ നിൽക്കാതെ പെട്ടെന്ന് തന്നെ ഡ്രാഗണായി മാറി അവിടുന്ന് ഫ്ലൈ ചെയ്ത് പോവും. കട്ട് ചെയ്ത ഇപ്പോ ട്രഫാൽഗറിലോയെ കാണിക്കും. അവനാണെങ്കിൽ അവന്റെ പവറൊക്കെ ആകെ ഡ്രെയിനായി ആകെ തളർന്ന് ഒരു ഭാഗത്തൂടെ അങ്ങനെ നടക്കാൻ കഴിയാതെ പതിയെ നീങ്ങുകയാണ്. ആ ഒരു ആണി അത് ലോയുടെ ബോഡിയിലുണ്ടായിരുന്ന പവർ മുഴുവനും അബ്സോർബ് ചെയ്തെടുത്തു. ലോയ്ക്കാണെങ്കിൽ വളരെയധികം നിരാശ തോന്നും. കാരണം അവനെ കൊണ്ട് ലൂഫിയെ രക്ഷിക്കാനായില്ല. അവനാണെങ്കിൽ വീണ്ടും ലൂഫിയെ കുറ്റം പറയും. ആദ്യം കാര്യങ്ങളൊക്കെ ആലോചിച്ച് മനസ്സിലാക്കിയും വേണം അതുപോലുള്ള വലിയ വലിയ ആൾക്കാരുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ. അവൻ എടുത്തു ചാടി, അതുകൊണ്ടാണ് അവൻ ഇങ്ങനെ സംഭവിച്ചത്. കട്ട് ചെയ്ത ഇപ്പൊ കാട് വില്ലന്റെ അസിസ്റ്റൻസിനെ കാണിക്കും. അവരാണെങ്കിൽ ആ ഒരു വില്ലേജ് മുഴുവൻ കയറി ഇറങ്ങി നോക്കുകയാണ് അവിടെ എവിടെയെങ്കിലും ട്രഫാൽഗറിലോ ആള് മറിഞ്ഞിരിപ്പുണ്ടോ എന്ന്. പക്ഷെ ലോ ആണെങ്കിൽ പണ്ടേ ഒരു റൂമൊക്കെ ക്രിയേറ്റ് ചെയ്ത് അവിടുന്ന് ഷാമ്പിൾ ചെയ്ത് രക്ഷപ്പെട്ട് കഴിഞ്ഞു. അവരാണെങ്കിൽ ലോയെ കിട്ടാത്ത വിഷമത്തില് ലൂഫി ആയിട്ട് അവിടുന്ന് കടന്നു പോകും. കട്ട് ചെയ്ത മറ്റൊരു ഭാഗത്ത് വില്ലേജിൽ പരിക്ക് പറ്റിയ എല്ലാവർക്കും സുന്ദരി ചേച്ചിയാണെങ്കിൽ കാര്യമായിട്ട് ട്രീറ്റ്മെന്റ് കൊടുക്കും. അപ്പൊ ലോങ് ഷോട്ടിലായിട്ട് കിന്ന് അവനാണെങ്കിൽ ദൂരത്തിരുന്ന് അവൾ അങ്ങനെ നോക്കി നിൽക്കും. അവനാണെങ്കിൽ അവളെ നോക്കി ആസ്വദിച്ച് നിൽക്കുമ്പോഴായിരിക്കും സാക്ഷാൽ ഷുട്ടമാരു അവനെ ക്രോസ് ചെയ്ത് പോവുക. ഉടനെ പിന്നാണെങ്കിൽ കറക്റ്റായിട്ട് ഷുട്ടമാരുവെ നോട്ടീസ് ചെയ്യും. മറ്റൊരു ഭാഗത്ത് നമ്മുടെ സാമുറായി പെണ്ണ് അവൾ നമ്മുടെ ആൾക്കാരെ അന്വേഷിച്ച് ആ ഹില്ലിന്റെ മുകളിലേക്ക് വന്നിരിക്കുകയാണ്. ആ ഹില്ലാണെങ്കിൽ പൂർണ്ണമായിട്ടും തകർന്നിരിക്കുകയാണ്. അവളാണെങ്കിൽ ആ ഒരു സ്ഥലത്തിന്റെ അവസ്ഥ കണ്ട് ഷോക്കാവുകയാണ്. അവള് അവിടെ ക്രിയേറ്റ് ആയ വലിയൊരു കുഴിയുടെ അടുത്തേക്ക് വരും. ഹലോ, ആരെങ്കിലും ഇതിന്റെ ഉള്ളിലുണ്ടോ എന്നവൾ ഉച്ചത്തില് കൂവി വിളിക്കും. അടുത്ത നിമിഷം തിരിച്ചൊരു സൗണ്ട് കേൾക്കും. ഞങ്ങൾ ഇവിടെയുണ്ട്, ഇതിന്റെ അടിയിൽ ഞങ്ങൾ പെട്ട് കിടക്കുകയാണ്. അത് കേട്ട് സാമുറായി പെണ്ണ് ഞെട്ടും. അവളാണെങ്കിൽ ആ ശബ്ദം കേട്ട് ഇപ്പൊ താഴേക്ക് നോക്കും. നമ്മുടെ ആൾക്കാരെല്ലാവരും സേഫാണ്. നമ്മുടെ ചോപ്പർ അവനാണ് ബോഡി ജയന്റ് ആക്കി മാറ്റി എല്ലാ ആൾക്കാരെയും സേഫ് ആക്കി പിടിച്ചിരിക്കുന്നത്. സാഞ്ചി ആണെങ്കിൽ എയർവാക്ക് ചെയ്ത് അതിലുള്ള കുറച്ച് ലേഡീസിനെ പുറത്തേക്ക് കൊണ്ടുവരും. അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഫ്ലാഷ് ബാക്ക് കാണിക്കും. ഫ്ലാഷ് ബാക്കിൽ നമ്മുടെ ആൾക്കാർ എങ്ങനെയാണ് ആ ഒരു വലിയ അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെട്ടത് എന്നായിരിക്കും കാണിക്കുക. നമ്മുടെ ഉണ്ടപ്പെണ്ണ് സാമുറായി അവളാണെങ്കിൽ ആ ഒരു ഫയർ അതങ്ങനെ അടുത്തെത്തുന്ന സമയം തന്നെ ഒരു പ്രത്യേക കവചം അത് ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ ആൾക്കാരെ എല്ലാവരും അതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവന്ന് അവൾ പ്രൊട്ടക്ട് ചെയ്ത് താഴേക്ക് കൊണ്ടുപോയി. അതിനുശേഷം ചോപ്പർ അവന്റെ ബോഡി അങ്ങനെ ബലൂണ് പോലെ വീർപ്പിച്ച് എല്ലാവരെയും ഒരു സ്ഥലത്ത് അങ്ങനെ സേഫ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യിപ്പിച്ച് ലാൻഡ് ചെയ്യിപ്പിച്ച് നിർത്തും. ഇതാ ഇപ്പൊ നമ്മുടെ ആൾക്കാരാണെങ്കിൽ അവളോട് ചോദിക്കും, ലൂഫി അവനിപ്പോ എവിടെയുണ്ട്? അവൻ ഞങ്ങൾക്ക് അപകടം പറ്റിയെന്ന് കരുതി ആ കൈഡോയായിട്ട് ഫൈറ്റ് ചെയ്തോ? അതിനാ സാമുറായി പെണ്ണ് പറയും, അതെ, ലൂഫി സ്ട്രൈറ്റ് ആയിട്ട് അവനുമായിട്ട് ഫൈറ്റ് ഇട്ടു. ഞങ്ങൾ അവനെ ഒരുപാട് കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചു, പക്ഷേ അതൊന്നും നടന്നില്ല എന്ന് പറഞ്ഞ് സംഭവിച്ച കാര്യങ്ങളെല്ലാം അവൾ ഡീറ്റെയിൽ ആയിട്ട് പറയും. അപ്പോൾ അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത നമ്മുടെ ഡോഗ് കിങ്ങിനെയും ക്യാറ്റ് കിങ്ങിനെയും കാണിക്കും. അവരുടെ രണ്ടുപേരുടെയും കയ്യിൽ സാക്ഷാൽ വയലറ്റ് പെണ്ണ്. നമ്മൾ കരുതിയതുപോലെ അവളുടെ ജീവന് യാതൊന്നും സംഭവിച്ചിട്ടില്ല. അവൾ സേഫായി അവരുടെ കയ്യിൽ തന്നെയുണ്ട്. പക്ഷേ എന്താ, അവളുടെ ബോഡിയിൽ ഒരുപാട് പരിക്കുകളൊക്കെ പറ്റിയിട്ടുണ്ട്.
അവര് അവൾക്ക് ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റ് ഒക്കെ നൽകാനായിട്ട് തുടങ്ങും. അതേസമയം മറ്റൊരു ഭാഗത്ത് ആ വില്ലന്മാരാണെങ്കിൽ ഇപ്പൊ ലൂഫിയെ പിടിച്ചു വലിച്ച് അവന്റെ കാലില് വലിയൊരു കെട്ടൊക്കെ ഇട്ട് കുതിരപ്പുറത്ത് അങ്ങനെ വലിച്ചു കൊണ്ടുപോവാണ്. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് നെക്സ്റ്റ് ഡേ ഇപ്പൊ നമ്മുടെ ഫ്രാങ്കിയെ കാണിക്കും. ഫ്രാങ്കിക്കാണെങ്കിൽ ഇപ്പൊ ന്യൂസ് പേപ്പർ കിട്ടും. അവനാണെങ്കിൽ ഹാപ്പി ആയിട്ട് ന്യൂസ് പേപ്പർ ഒക്കെ വായിക്കുകയാണ്. അപ്പോഴായിരിക്കും സ്റ്റൈലായിട്ട് നിൽക്കുന്ന നമ്മുടെ ലൂഫിയുടെ ഫോട്ടോ അവനത് പത്രത്തിൽ കാണുക. ലൂഫിയെ കാണുമ്പോൾ അവന് ഭയങ്കര സന്തോഷം. പക്ഷേ അതിനടിയിൽ ലൂഫിയെ ട്രാപ്പ് ചെയ്തു എന്നുള്ള വാർത്ത അത് കേട്ട് അവനങ്ങനെ ഷോക്ക് ആവുകയാണ്. മറ്റൊരു ഭാഗത്ത് റോബിനും ഈ ഒരു ന്യൂസ് അറിഞ്ഞ് അങ്ങനെ ഷോക്കാവും. ഉസോപ്പിനാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്നറിയില്ല. അവൻ അങ്ങനെ ആ ഒരു ന്യൂസിലേക്ക് തന്നെ നോക്കി നിൽക്കും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഇപ്പൊ സോറോയെ കാണിക്കും. സോറോ ആണെങ്കിൽ ഇപ്പൊ നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയാതെ ഏതോ ഒരു കപ്പലിൽ കയറി നല്ല തണുത്ത കാറ്റും അടിപൊളി ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ എങ്ങോട്ടേക്കോ ഹായ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവന്റെ തൊട്ടടുത്തിരിക്കുന്ന ഏതോ ഒരാള് ഇപ്പൊ ലൂഫിയെ പിടിച്ച കാര്യം അങ്ങനെ വായിക്കുകയാണ്. ആ ന്യൂസ് കേട്ട് സോറോ ഞെട്ടും. അവൻ ആ ന്യൂസ് പേപ്പർ നോക്കും. അതിൽ ലൂഫിയെ പിടിച്ചു എന്നുള്ള കാര്യം കേട്ട് അവനാണെങ്കിൽ കുടിച്ചുകൊണ്ടിരുന്ന ഡ്രിങ്ക്സ് അത് അടുത്തുള്ള ഒരാളുടെ മുഖത്തേക്ക് ആഞ്ഞു തുപ്പും. കട്ട് ചെയ്ത ഇപ്പോൾ കൈഡോടെ ആ ഒരു വലിയ ഫാക്ടറി കാണിക്കുകയാണ്. അവിടെ ഒരുപാട് പാവപ്പെട്ട ജനങ്ങളെ ഒറോച്ചിയുടെയും കൈഡോയുടെ അസിസ്റ്റൻസ് ചേർന്ന് അങ്ങനെ അച്ചറം പൊച്ചറം അട്ടിച്ച് ഒരുപാട് ഉപദ്രവിച്ച് അവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുകയാണ്. അവരെ എല്ലാവരെയും ആ സോൾജിയേഴ്സ് കൺസിഡർ ചെയ്യുന്നത് ഒറോച്ചിയുടെ വെറും സ്ലേവ്സ് ആയിട്ട് മാത്രമാണ്. അവരുടെ മരണം വരെ യാതൊരു പ്രതിഫലവും വാങ്ങാതെ റെസ്റ്റ് എടുക്കാതെ ഒറോച്ചിക്ക് വേണ്ടിയും കൈഡോയ്ക്ക് വേണ്ടിയും ജോലി ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഇപ്പോൾ അവിടെയുള്ള ഒരു പ്രിസൺ കാണിക്കും. അവിടെയാണെങ്കിൽ ഒരുപാട് പ്രിസണേഴ്സിനെ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിലൊരു മെയിൻ സെല്ലിൽ ഒരാളെ അടച്ചിട്ടിരിക്കുകയാണ്. ആൾക്ക് കഴിക്കാൻ കൊടുക്കുന്നത് ആ ഒരു പൊല്യൂട്ടഡ് ആയിട്ടുള്ള വെള്ളത്തിൽ ജീവിക്കുന്ന ഒരു മത്സ്യത്തെയാണ്. ഡെയിലി ആ മത്സ്യത്തിൻ്റെ ഉള്ളിലെ മുള്ളുകൾ അത് റിമൂവ് ചെയ്തിട്ടായിരിക്കും സോൾജിയേഴ്സ് അവന് ഫുഡ് കൊടുക്കുക. ആക്ച്വലി ഇത് ആരാണെന്ന് അവർക്കറിയില്ല. എന്തുകൊണ്ടാണ് ഇപ്രകാരം മെയിൻ്റെ ഉള്ളിലെ മുള്ള് അതെടുത്തിട്ട് അവന് കഴിക്കാൻ കൊടുക്കുന്നതെന്നും അവർക്ക് ധാരണയില്ല. പക്ഷെ ഒരു കാര്യം അവർക്ക് നന്നായിട്ട് അറിയാം, ആ പോയ്സൺ ഫിഷ് അത് കഴിച്ച് അവൻ മരിക്കണം. അതിനുവേണ്ടി തന്നെയാണ് ഡെലിബറേറ്റ്ലി അവന് ദിവസങ്ങളായിട്ട് അതേ ഫുഡ് തന്നെ കൊടുത്തുകൊണ്ടേയിരിക്കുന്നത്. പക്ഷെ അവനാണെങ്കിൽ ആ ഒരു ഫുഡൊന്നും കഴിച്ചിട്ടും യാതൊരു കുഴപ്പമില്ല. അവരങ്ങനെ കാര്യമായിട്ട് ഓരോരോ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോഴായിരിക്കും നമ്മുടെ ലൂഫിയെ ഒട്ടും ആരവമൊക്കെ ആയിട്ട് ഒരു കുതിരപ്പുറത്തിരുത്തി അങ്ങനെ കൊണ്ടുവരിക. ലൂഫിയുടെ ബോഡി മുഴുവൻ പരുക്കുകളായതുകൊണ്ട് തന്നെ അവർ മരുന്നൊക്കെ വെച്ച് പ്ലാസ്റ്റൊക്കെ ഇട്ട് അവന് ട്രീറ്റ്മെന്റ് കൊടുത്തു കഴിഞ്ഞു. ലൂഫിക്കാണെങ്കിൽ നല്ല ദേഷ്യമുണ്ട്. ചുറ്റുമുള്ളവരെല്ലാവരും ലൂഫിയെ കളിയാക്കിയും കൂവ് വിളിച്ചും വലിയ ശബ്ദത്തിൽ അങ്ങനെ ആർപ്പ് വിളിക്കുകയാണ്. ആ പ്രിസണേഴ്സിന് ഫിഷ് കൊടുക്കാൻ വന്ന രണ്ടുപേര് അവരാണെങ്കിൽ ലൂഫിയെ നോക്കി നിൽക്കുന്ന ഗ്യാപ്പിൽ കയ്യിലുണ്ടായിരുന്ന മീൻ അത് തുള്ളിച്ചാടി സെല്ലിന്റെ അകത്തേക്ക് വീഴും. അതിലേതോ ഒരു പ്രിസണർ ആ ഒരു ഫിഷ് അതെടുത്ത് കഴിച്ച് അതിന്റെ മുള്ള് ആ കൊടുത്ത ആളുടെ ദേഹത്തേക്ക് ആഞ്ഞു തുപ്പും. മുള്ളാൻ നിന്ന രണ്ടുപേരിൽ ഒരാളുടെ കഴുത്തിലേക്ക് അങ്ങനെ കുത്തി കയറുകയാണ്. അവരോട് സ്ട്രിക്റ്റ് ആയിട്ടും മെയിൻ്റെ മുള്ള് അതെടുത്തതിന് ശേഷം മാത്രമേ പ്രിസണേഴ്സിന് ഫിഷ് കൊടുക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞത്. ലൂഫിയ കാഴ്ച കണ്ട് ആ സെല്ലിലേക്ക് തന്നെ നോക്കി പതിയെ അങ്ങനെ മുൻപോട്ടേക്ക് കടന്നു പോകും. അവരാണെങ്കിൽ ഇപ്പൊ ലൂഫിയെയും അവിടെയുള്ള വലിയൊരു സെല്ലിലേക്ക് അങ്ങനെ തള്ളി വിടുകയാണ്. ലൂഫി ആണെങ്കിൽ ചുറ്റും നോക്കും. അവന്റെ അതേ സെല്ലിൽ തന്നെ മറ്റാരോ ഉണ്ട്. അത് മറ്റാരോ സാക്ഷാൽ യൂസ്റ്റസ് കിഡ്. അവനാണെങ്കിൽ ഉച്ചത്തിൽ വിളിച്ചു പറയും, ഒരു കാരണവശാലും ഞാൻ അവനെ വെറുതെ വിടില്ല. എന്നെ ഈ ഗതിയിലാക്കിയവനോട് തീർച്ചയായിട്ടും ഞാൻ പകരം ചോദിക്കും. അതിനുശേഷം യൂസ്റ്റസ് കിഡും നമ്മുടെ ലൂഫിയും അവർ രണ്ടുപേരും ഫേസ് ടു ഫേസ് കണ്ട് അങ്ങനെ ഷോക്കായി നിൽക്കുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.